ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ച ഒരാളല്ല. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. ഒരു വിവാദങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളതൊരു പോസ്റ്റിൽ ഒതുക്കിയത് ഇൻസ്റ്റാഗ്രാമിൽ. കുറെ കണ്ടിട്ടുണ്ട്. ഞങ്ങള് പിരിയാന്നുള്ള സംഗതി എടുത്തു, അത് നിങ്ങളെ അറിയിച്ചു. ചിലപ്പോൾ വന്നിട്ട് പറയും അവൻ കണ്ടന്റിന് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യാണ്, റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യാണെന്ന്. 1 month later. ഹലോ, ഈ ഫാമിലിയെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയാമോ? ആൾക്കാരെ പറ്റിച്ച് ഉടായിപ്പ് കാണിച്ച് ജീവിക്കുന്ന വളരെ ബുദ്ധിയുള്ളൊരു ഫാമിലി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, നമ്മുടെ മല്ലു ഫാമിലി. ഞാനും ലോക്ക്ഡൗൺ സമയത്താണ് കേട്ടോ ഇവരെ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് കുറേ നാൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ കഷ്ടപ്പാടിൽ നിന്ന് വന്ന ഒരു ആള് വീട്ടിൽ ഇങ്ങനെ ഈ വ്ളോഗ്സിൽ കൂടിയൊക്കെ എല്ലാവരെയും നോക്കുന്ന ഒരു പയ്യൻ, ആ ഒരു രീതിയിലൊക്കെയാണ് ഒരു സിമ്പതിയൊക്കെ ആയിട്ടാണ് ഞാൻ ഈ വ്ളോഗ് കണ്ടു തുടങ്ങിയത്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവരിൽ എന്തോ ഒരു എന്താ പറയുക, ഒരു കള്ളത്തരം ഫീൽ ചെയ്യാൻ തുടങ്ങി. ആ ഒരു സമയത്ത് ഒരുപാട് റിയാക്ഷൻ വീഡിയോ ആൾക്കാരെടുത്ത് വെച്ച് ഇവരെ റിയാക്ഷനൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ ഇവരെ കാണാറില്ല. ഇവരുടെ സബ്സ്ക്രൈബറാണ് ഞാൻ, പക്ഷെ ഞാൻ ഇവരുടെ വീഡിയോസൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നാൽ ഞാൻ കാണാറില്ല. അതെന്താണെന്ന് വെച്ചാൽ കള്ളത്തരം തന്നെയാണെന്ന് മനസ്സിലാവും. എനിക്ക് ഫസ്റ്റ് ഇവരുടെ കള്ളത്തരം മനസ്സിലായത് എന്താണെന്നറിയാമോ? ഏകദേശം ഈ ചാനൽ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ സുജിൻ ഒരു വീട് വെക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അതൊരു പണിതീരാത്ത വീട് പോലെ അതങ്ങ് നീണ്ടു പോയി. അപ്പോഴേ ഒരു എന്താ പറയുക, ഒരു കല്ലുകടി ഫീൽ ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഒരു സ്പോർട്സ് ബൈക്ക് എന്തോ എടുത്ത് റോഡിൽ കൂടി ആ പെൺകുട്ടിയെ കൊണ്ട് പോയി. അതൊക്കെ ഭയങ്കര കേസായി. കാരണം ഏതോ ബസ്സിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് പോയപ്പോൾ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവർ മറ്റേ പൈസ ഇല്ലാതെ കിട്ടി. അപ്പോൾ ആ പൈസയൊക്കെ കിട്ടിയപ്പോൾ ഇവരങ്ങ് മറന്ന് ജീവിക്കാമെന്ന് തോന്നി. എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയില്ല ഇവരുടെ വീഡിയോ കാണാൻ. ഇപ്പം ഈ അടുത്തിടെ ഇവരെ പറ്റി ഒരുപാട് വിവാദങ്ങൾ വന്നത്, ഈ സുജി എന്ന് പറയുന്ന ആള് ആ ഭാര്യയെ വെച്ചിട്ട് സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം എന്നൊരു ടൈറ്റിൽ ഉണ്ടാക്കി ഒരു വീഡിയോ ചെയ്തു. ഇത്തിരിയെങ്കിലും ആത്മാഭിമാനം ഒരു പെണ്ണാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഡിവോഴ്സായി പോവും. ഞാനൊക്കെ ആണെങ്കിൽ ആ സ്പോട്ടിൽ പറയും മതി, ഇവിടെ വെച്ച് നിർത്താമെന്ന് പറഞ്ഞിട്ട് വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഈ പറയാനുള്ള കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പാട് നോക്കി പോവും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ ആ കൊച്ച് ആ ലൈഫിലേക്ക് നിൽക്കുന്നത്? 18 വയസ്സായപ്പോൾ ഒളിച്ചോടി കല്യാണം കഴിച്ച വന്ന ആൾക്കാരാണ്. എന്തായാലും പെൺകുട്ടിയുടെ വീടിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് എതിർപ്പും കാര്യങ്ങളും പരിഹാസവും ഒക്കെ ഉണ്ടാവും. കാരണം ആ സുജി എന്ന് പറയണ ആ വ്യക്തി എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഡ്രൈവർ എന്തോ ആണ്. അപ്പം ഇങ്ങനെ കല്യാണം കഴിച്ച് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പോഴവരുടെ ലൈഫിൽ അവർ പോലും മറക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇഷ്ടം പോലെ കാറുകളുണ്ട്, എല്ലാം ഈ നല്ല ഈ വലിയ കാറുകൾ, BMW അതുപോലുള്ള പ്രീമിയം കാറുകളാണ് ഈ പയ്യൻ വാങ്ങുന്നത്. അപ്പോൾ ആ കുട്ടി ചിന്തിക്കും, ഞാൻ ഇറങ്ങിപ്പോയിട്ട് ഞാൻ നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നില്ലേ, എനിക്കിഷ്ടം പോലെ കാറുകളില്ലേ എന്ന് പറഞ്ഞ് ജീവിക്കും. അപ്പോൾ ആ കുട്ടി അവിടെ സാക്രിഫൈസ് ചെയ്യാനായിട്ട് അത് അവിടെ നിന്നു കൊടുക്കും. കാരണം എന്തൊക്കെ ചെറ്റത്തരം കാണിച്ചാലും പൈസ വരുന്നുണ്ട്, നല്ല രീതിയിലുള്ള സ്റ്റാറ്റസ് ആവുന്നുണ്ട് അവർ. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ മണ്ടരാകുന്നത് അവരെ സബ്സ്ക്രൈബ് ചെയ്ത ഞാൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകരാണ്. കാരണം അവരുടെ കമൻറ്റ് ബോക്സിൽ എടുക്കുമ്പോൾ കുറേ നെഗറ്റീവ് വരുന്നുണ്ടെങ്കിലും ഒരുപാട് അമ്മമാർ പറയുന്നതുണ്ട്, മക്കളെ നിങ്ങൾ ആ കുട്ടിയെ ഓർത്ത് ഒന്നാവണം. അവർ ഒരു കാലത്ത് നമ്മളെ സീരിയലുകൾ, കുടുംബ പ്രേക്ഷകരെ പറ്റിയുള്ള സീരിയലുകൾ നമ്മളെ വീട്ടിലുള്ളവർ അവരുടെ ലൈഫായിട്ട് കാണുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ സീരിയൽ പോലെ നമ്മുടെ വീട്ടിലെ വീട്ടമ്മമാരെ പിടിച്ചിരുത്തുന്നതാണ് ഫാമിലി വ്ളോഗ്സ്. ഈ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കുന്നവർ അവരെന്താണ് ആ ദിവസം അവരുടെ വീട്ടിൽ കാണുന്നത്. ചിലത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ വീടുമായിട്ടൊക്കെ ചില കാര്യങ്ങളിൽ സാദൃശ്യം തോന്നും. അപ്പം നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പം അതുപോലെ ഇവരും അങ്ങനെ പിടിച്ചിരുത്തിയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് എന്താണ്, ആ അമ്മമാരാണ് ഈ സ്വന്തം വീട്ടിലെ ആൾക്കാരെ പോലെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിക്കും, അയ്യോ ഇവർക്കൊരു കുഴപ്പവും വരരുതേ മക്കളെ, നിങ്ങൾ മക്കളെ ഓർത്ത് ഒന്നാവണം എന്നൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഇവർ പൊട്ടരാക്കുവാണ്. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് 2 പേർക്കും ബിസിനസ് ഉണ്ട്. ഈ 2 തരത്തിലുള്ള ബിസിനസ്സാണ്. ആ പയ്യൻ്റെ വൈഫ് ചെയ്യുന്നത് ജുവലറി ബിസിനസ്സും അവൻ ചെയ്യുന്നത് പാത്രങ്ങളുടെ ബിസിനസ്സാണ്. ഏതെങ്കിലും ഒരു ബിസിനസ്സേ ഒരു വീട്ടിൽ 2 ബിസിനസ് ഉണ്ടെങ്കിൽ ക്ലച്ച് പിടിക്കും. അപ്പം അവൻ എന്ത് ചെയ്യും, കുറച്ച് ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ വീട്ടിൽ നിർത്തുമ്പോൾ അവൾ ഡിവോഴ്സ് ആണെന്ന് കരുതി ഇങ്ങനെയൊക്കെ ജീവിക്കട്ടെ എന്ന് കരുതി ഒരുപാട് പേര് അവളെയും ചെന്ന് അവളുടെ ഓർണമെൻറ്റ്സും ബുക്ക് ചെയ്യും. അതുപോലെ ആ പയ്യൻ്റെ കാര്യത്തിൽ ഒരുപാട് പേര് ചെന്ന് ബുക്ക് ചെയ്യും. കാരണം ഇവർ 2 പേരും ഒറ്റപ്പെട്ടു കുട്ടികളെ നോക്കാൻ എന്നുള്ള വ്യാജേന. ഇപ്പം എന്താണ് അവർ ഒന്നിച്ചതെന്ന് ചോദിച്ചാൽ
ഇവക്ക് കളക്ഷൻസ് കഴിഞ്ഞു, ഇനിയിപ്പോൾ വിഷു ടൈമായി, പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടുവരണം, പോയി റീസ്റ്റോക്ക് എടുക്കണം. ആര് പോവും റീസ്റ്റോക്ക് എടുക്കാൻ? ഒരു ഘട്ടം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മുംബൈയിലൊക്കെ പോയി റീസ്റ്റോക്ക് എടുക്കേണ്ടി വരും. ആര് കൂടെ പോവും? അതിന് ചേട്ടൻ തന്നെ പോകണം. അപ്പം ഈ നാടകവും കൊണ്ടിരുന്ന പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവർ വീണ്ടും ഒന്നിക്കുന്നു എന്നും പറഞ്ഞു വന്നു. ആദ്യത്തെ പ്രാവശ്യം ഡിവോഴ്സായി, അത് വീണ്ടും ഒന്നിച്ചു. അപ്പോഴത്തന്നെ എന്ത് ചെയ്യണം എന്നറിയാമോ? ആദ്യം എനിക്ക് തോന്നുന്നു ഇവർ കള്ളത്തരങ്ങൾ കാണിച്ചു തുടങ്ങിയപ്പോൾ ഇവർ 1 മില്യണിലേക്ക് അടുക്കാൻ ഒരുപാട് നാളെടുത്തു. കാരണം ആരും സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നു. ഇവർ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് 1 മില്യനൊക്കെ അടുത്തപ്പോൾ ഇവർ വീണ്ടും അടുത്ത ഉടായിപ്പായിട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ പോകണം. അപ്പോഴേ ഇവർ പഠിക്കുള്ളൂ. വീണ്ടും ആൾക്കാരെ മണ്ടരാക്കി ജീവിക്കണം. അതിന് ഒത്ത ഒരു സഹോദരി. അവരെങ്കിലും ഇതിനെതിരെ നിന്നിരുന്നെങ്കിൽ അവരൊരു പരിധി വരെ കാണിക്കില്ല. ഒരുപക്ഷെ ആ കുട്ടിയുടെ കല്യാണമൊക്കെ അത് വിചാരിച്ചതിനെക്കാട്ടി നല്ല രീതിയിൽ ഈ ഒരു സഹോദരൻ ചെയ്തു കൊടുത്തപ്പോൾ അവർക്കത് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അമ്മയ്ക്കൊക്കെ മക്കളാണ് ഒരു ഘട്ടം കഴിഞ്ഞ് വീട് ഡൊമിനേറ്റ് ചെയ്യുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ അമ്മയ്ക്കൊക്കെ ശബ്ദം അതിന് താഴെയായിരിക്കും. അതായിരിക്കും അവരൊക്കെ മിണ്ടാത്തെ. അവരുടെയൊക്കെ കാര്യങ്ങൾ പണ്ടത്തേനെക്കാട്ടി നേരെ നടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് അവർക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. ഈ പെൺകുട്ടിയും അങ്ങനെ തന്നെ ആയിരിക്കും. അവളുടെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഇതിൽ വരുന്ന ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ വലുതാകുമ്പോൾ ഇതുപോലെ കുറേ വ്ളോഗ്സും എടുത്ത് അങ്ങ് നടക്കും. അപ്പം ഈ കുട്ടികളുടെ ഒരു കാര്യം വരുമ്പോൾ ഇവർക്ക് എതിർക്കുമ്പം ഇവരവിടെ ഫൂളാവും. അവരും ഇതാ കാണുന്നേ. അവരും ജീവിതത്തെ സീരിയസ് ആയിട്ട് ആ കുട്ടികളും കാണില്ല. അവർ വിചാരിക്കും അച്ഛനും അമ്മയും അന്ന് ഇതുപോലെ ഡിവോഴ്സിന്റെ നാടകമൊക്കെ കളിച്ച് കുറേ പൈസ ഉണ്ടാക്കിയില്ലേ, അവരും ആ ലൈഫിലേക്ക് പോകും. ഇനിയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ പോകുമ്പോൾ അത് വേറെ രീതിയിലുള്ള പ്രശ്നമാകുമ്പം ഇവർ വീണ്ടും സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം നാട്ടുകാരുടെ മുമ്പിൽ ഇവരും കോമാളികളായി മാറും, ഇവരുടെ മക്കളും കോമാളികളായി മാറുന്ന അവസ്ഥയാണ്. ഈ വലുതാവുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഫ്രണ്ട്സ് ചോദിക്കും. അതൊക്കെ ഒരു ഘട്ടമാണ്. അവിടെയൊക്കെ എന്തെന്നറിയാമോ? ഇവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി ഇവർ പൈസ കൊടുത്ത് കുട്ടികളുടെ കാര്യം സാധിപ്പിച്ചുകൊണ്ടിരിക്കും. കുട്ടികൾ വലുതായി ഒരു ലൈഫിൽ പോകുമ്പോൾ ഈ സോഷ്യൽ മീഡിയ പോലുള്ള അവരും യൂട്യൂബ് ചാനൽ തുടങ്ങി അവരുടെ കല്യാണം ഇതുപോലെ ഒരു കോമാളിയാക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ അച്ഛനും അമ്മയും കാണിച്ച കോമാളിത്തരത്തിന്റെ സീരിയസ്നെസ് അവർക്ക് മനസ്സിലാവും. അല്ലാതെ ഇനി വലുതായി കോളേജിൽ പോകുമ്പോൾ ആരെങ്കിലും ചോദിക്കുമെന്ന് പറഞ്ഞാൽ പോലും ഇവർക്ക് അതൊന്നും മനസ്സിലാവത്തില്ല. കാര്യം എന്താണെന്നറിയാമോ? ഇവരൊക്കെ ഒരു വളരെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു, അവർക്ക് പൈസ ഇല്ലാതെയായി. പിന്നീട് അവർ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അവർ വലിയ പണക്കാരായി മാറുമ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കാനുള്ളൊരു സ്പേസ് ഇല്ല. ഇവരാ പോകുന്ന വഴിയേ അങ്ങ് പോട്ടെ കാര്യങ്ങൾ നടന്നു പോട്ടെ എന്നുള്ള രീതിയിലാണ്. കുറച്ച് വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ആളുണ്ടെങ്കിൽ ഒരു ആദ്യത്തെ ഡിവോഴ്സിൽ തന്നെ അവരതങ്ങ് നിർത്തിയേനെ. ഇവരെ കണ്ട് ഇൻസ്പയർഡ് ആവുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ വേറൊരു ഫാമിലിയും കണ്ടിട്ടുണ്ട്. ഡിവോഴ്സിന്റെ കള്ളക്കഥ പറഞ്ഞിട്ട് ഒരു ക്യാമറയും തൂക്കി പിടിച്ചാണോ ഡിവോഴ്സിന്റെ കാര്യങ്ങൾ പരിഹരിക്കാൻ പോകുന്നത്? ഒരു ലൈഫിലെ ഏറ്റവും അവസാനത്തെ കാര്യമാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. അത് ചിലപ്പം ഒരു ഫാമിലിക്ക് സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കാം. കാരണം ആ ഒരു ലൈഫിൽ നിന്ന് കഷ്ടപ്പാട്, ദുരിതം, സങ്കടങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു സന്തോഷമുള്ള കാര്യമായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ഒരുപാട് പേരൊക്കെ അവിടെ വരും, നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ. അപ്പോൾ ഒരു ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് പോകുമോ? ഒരു ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് പോകുമ്പം അവിടെ പ്രശ്നങ്ങൾ നിൽക്കുമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു കാര്യമില്ല. പിണങ്ങി പോകുന്നു എന്ന് പറയുമ്പോൾ പുറകെ ഒരു ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് പോയാൽ മതി, അവരൊന്നിക്കും. ഇപ്പം ഈ ലാസ്റ്റിൽ ഇവരൊന്നിച്ചപ്പോൾ തന്നെ ആ സഹോദരി ആ വീഡിയോയിൽ എവിടെയൊക്കെയോ പോയി ചോറുണ്ടിട്ട് ഒരു കടയിൽ പോണ ലാഘവത്തോടു കൂടിയാണ് പോകുന്നത്. ഇനി ഞാൻ സർപ്രൈസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ക്യാമറയും കൊണ്ട് ചേട്ടത്തി അമ്മയുടെ വീട്ടിൽ പോയി ഒരു 10-15 മിനിറ്റ് കൊണ്ട് ആ ചേട്ടത്തി അമ്മ തിരിച്ചു വരുമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. പോകുമ്പോൾ പുറകെ ഒരു ക്യാമറയും കൊണ്ട് പോവുക. ഇത്രയും വലിച്ചു നീട്ടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആ ചേട്ടത്തി അമ്മ കൂടെ വരും. ആ പെൺകുട്ടി അവിടെ ഫൂളായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. പക്ഷേ ഈ സുജിൻ ഇപ്പോൾ ഈ അമ്പലത്തിൻ്റെ അവിടെ വന്നിരുന്ന് സംസാരിച്ചപ്പോൾ അവന് തന്നെ എന്തൊക്കെയോ നാണക്കേട് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവനറിയാം ഇതും ഇനി റീച്ചിലേക്ക് പോകുമെങ്കിലും കുറേ നെഗറ്റീവുകൾ വരും. ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവർക്കും ആ നാണക്കേട് മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതും ഒരു നാടകമാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ധൈര്യമായിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പം ഇവരിത് അടങ്ങും. അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഇതുപോലെ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. സോഷ്യൽ മീഡിയയിൽ ഇവരെ കണ്ട് ഇൻസ്പയർഡ് ആകുന്ന ഒരുപാട് അതിബുദ്ധിയുള്ള ഫാമിലീസും കാണും. നമ്മളെപ്പോലെയുള്ള ഓഡിയൻസാണ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണ് അവിടെ ഫൂളാകുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.